ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കുംഭമേള തുടങ്ങിയ സമയം മുതൽ യോഗി ആദിത്യനാഥുമായിട്ട് ഫൈറ്റ് ചെയ്യാനേ നമ്മുടെ കാക്കാക്കൂട്ടങ്ങൾക്ക് സമയമുള്ളൂ. പക്ഷേ ശരിക്കും രാഷ്ട്രമറിയുന്ന, രാഷ്ട്രീയമറിയുന്ന, രാഷ്ട്രത്തിലെ ഓരോ വിഭാഗം ആളുകളുടെയും പൾസ് അറിയുന്ന രണ്ട് രാഷ്ട്രീയക്കാരാണ്. ഒന്ന് ശ്രീ നരേന്ദ്രമോദി, രണ്ട് യോഗി ആദിത്യനാഥ്. പാത്രമറിഞ്ഞു വിളമ്പാൻ കൃത്യമായിട്ട് അവർക്ക് രണ്ടുപേർക്കും അറിയാം. അവർക്ക് രാഷ്ട്രീയം അറിയുന്നത് കൊണ്ടാണ് അവർക്ക് തുടർച്ചയായിട്ട് അധികാരം കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം അത്. ഇനിയിപ്പോ ഗുജറാത്തില് നരേന്ദ്രമോദി ഒരു നരാധമനായിരുന്നെങ്കിൽ തുടർച്ചയായി അദ്ദേഹം ഇലക്ഷന് ജയിക്കുമായിരുന്നില്ല. അതുപോലെയാണ് യോഗി ആദിത്യനാഥിന്റെ കാര്യവും. അദ്ദേഹം രാജ്യം ഭരിക്കുന്നത് നീതിയോടുകൂടിയായിരുന്നില്ലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് വീണ്ടും ആ അധികാര കസേര ലഭിക്കുമായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞും മനസ്സിലാക്കിയും പൾസറിഞ്ഞ് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. 7000 കോടി രൂപ ചെലവിട്ട് യുപിയിൽ പ്രയാഗ്രാജില് മഹാകുംഭമേള ആഘോഷിക്കപ്പെടുമ്പോൾ ലോകത്തുള്ള സകലമാന ഹൈന്ദവ വിശ്വാസികളും അവിടേക്ക് ഒഴുകിയെത്തുന്നു. അതിൽ നിന്നും കോടിക്കണക്കിന് രൂപ യുപിക്ക് വരുമാന മാർഗമുണ്ട്. അതില് നമ്മുടെ കാക്കാമാര് വല്ലാതെ കുരുക്കൾ പൊട്ടിക്കുന്നുണ്ട്. വല്ല കാര്യമുണ്ടോ? യോഗി ആദിത്യനാഥിന് ഈ പണമൊക്കെ കുടുംബത്ത് കൊണ്ടു കൊടുക്കാനാ? ഭാര്യയും മക്കളും ഉണ്ടോ? അദ്ദേഹത്തിന് 4 ഭാര്യമാര് പോയിട്ട് ഒരു ഭാര്യ പോലും ഇല്ലല്ലോ. ഭാര്യമാരും മക്കളും കുടുംബവും സഹോദരങ്ങളും മാതാപിതാക്കളും അവരെയൊക്കെ കോടികളും കൊടികുത്തി വാഴിക്കാനും ഒക്കെ ആണെങ്കിൽ ഓക്കെ, അദ്ദേഹത്തിന് കക്കാം. കക്കാതെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ പണം കിട്ടുന്ന ഒരുപാട് വഴികളുണ്ട്, അധികാരമുണ്ടല്ലോ. പക്ഷേ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് നിർവഹിക്കുക, ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് നിൽക്കുക, അതാണ് അദ്ദേഹത്തിന്റെ ഒരു നയം. സുപ്രീം കോടതിയില് ബുൾഡോസർ രാജ് നിർത്തലാക്കണമെന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ അപ്പീലുകൾ എത്തി. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ വീടുകൾ, ആ രൂപത്തിലുള്ള ആരാധനാലയങ്ങൾ, ഷോപ്പുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മദ്രസകൾ, ഇനി അതല്ല പള്ളികളെങ്കിൽ അങ്ങനെ, ദർസുകളെങ്കിലും, ഏതായിരുന്നാലും ശരി, നിയമപരമല്ലാത്ത മാർഗത്തിലൂടെയാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ബുൾഡോസർ കൊണ്ട് അതൊക്കെ ഉടച്ചെടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇതാണ് നടന്നത്. ഇനിയും യോഗിയോട് രാഷ്ട്രീയം കളിക്കാൻ ചെന്നാൽ കൃത്യമായിട്ട് അതേ നാണയത്തിൽ തിരിച്ചടി കിട്ടും. ഇനി അതല്ല, ഗുണ്ടായിസം കാണിക്കാനാണ് ഭാവമെങ്കിൽ അതിനും യോഗി ആദിത്യനാഥ് തയ്യാറാണ്. ഇനി നിയമപരമായ മാർഗത്തിലൂടെയാണോ, അതിനും തയ്യാറാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കറകളഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ് ശ്രീ യോഗി ആദിത്യനാഥ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുതിയ നയവും നിലപാടുകളും ഒക്കെ ശരിക്കു പറഞ്ഞാൽ ഈ രാജ്യവിരുദ്ധരെ ഒന്നടങ്കം ഇളക്കി മറിക്കുന്നതാണ്. അതുകൊണ്ടാണ് യോഗിയോട് ഇവർക്ക് ഇത്രയധികം ദേഷ്യമുള്ളത്. ഇനിയിപ്പോ 7000 കോടി രൂപ ചിലവാക്കി മഹാകുംഭമേള നടത്തുന്നു. അതിനകത്ത് ലക്ഷക്കണക്കിന് കോടികളാണ് വരുമാനം ലഭിക്കുന്നത്. ഈ പണമെല്ലാം അദ്ദേഹം യുപിയുടെ വികസനത്തിനു വേണ്ടിയാണ് പ്രയോഗിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹത്തിന് ആവശ്യമില്ല. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ മഹാകുംഭമേളയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഒരേ ഒരു വാക്ക്: നിങ്ങൾ ഈ ഒരു മഹാസംഭവത്തെ, ഈ ഒരു മഹാമേളയെ തകർക്കാൻ ശ്രമിച്ചാൽ, ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾക്ക് രാജ്യത്തിന്റെ നിയമം അനുസരിച്ചും അനുസരിക്കാതെയും ഉള്ള നടപടികൾ നേരിടേണ്ടി വരും. അതിപ്പോൾ ആരായാലും പറഞ്ഞു പോകും. കാരണം ഒരു രാജ്യത്ത് ഒരു മഹാസംഭവം നടക്കുമ്പോൾ, ലോകം മുഴുവൻ അതിലേക്ക് ഉറ്റുനോക്കുമ്പോൾ, ലോകൈക ജനത അതിലേക്ക് പങ്കെടുക്കാനെത്തുമ്പോൾ, കോടിക്കണക്കിന് ആളുകൾ വിദേശികളടക്കം അറബ് രാജ്യങ്ങളിൽ നിന്നടക്കം മഹാകുംഭമേളയുടെ ഭാഗമാകുമ്പോൾ, ആ പുണ്യ സ്നാനതീർത്ഥത്തിൽ കുളിക്കാൻ ലക്ഷങ്ങൾ കോടികൾ ഒഴുകിയെത്തുമ്പോൾ അതിനെ തകർക്കാനും അതിനെ ഇല്ലാതാക്കാനും അതിനെ മോശമാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരോട് വെറുതെ പറയാനാണ്.
ഇതിനെ ആക്ഷേപിക്കാൻ കുംഭമേളയെ സംബന്ധിച്ച് ഏതെല്ലാം രൂപത്തിലുള്ള കുപ്രചരണങ്ങളാണ് ഇവർ അഴിച്ചുവിട്ടത്. ഏറ്റവും ഒടുവിൽ ഫാറൂഖ് അബ്ദുള്ള, എന്റെ വീട്ടിലും ഞാൻ കുളിക്കാറുണ്ട്. അല്ല, നിങ്ങൾ സംസം വെള്ളം കുടിച്ചു എന്ന് ചോദിച്ചാൽ എന്റെ വീട്ടിലെ പച്ചവെള്ളം ഞാൻ എപ്പോഴും കുടിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുമോ? അതല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ കരിങ്കാലി വെള്ളം കുടിക്കാറുണ്ട് എന്ന് അദ്ദേഹം പറയുമോ? അപ്പൊ ഇത് പ്രത്യേക ഒരു മതവിഭാഗത്തിന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ചെയ്യുന്നത്. യോഗി ആദിത്യനാഥിനെ പോലെ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തിനാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അദ്ദേഹം തീർച്ചയായിട്ടും അത് തന്നെ പറയും. ഇവിടെ കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ വിദേശ പണം സ്വീകരിച്ചു തീവ്രവാദ ഫണ്ടിങ്ങിന്റെ പണം വാങ്ങിയും ഒക്കെ ഇവിടെ കോൺഗ്രസ് നേതാക്കളടക്കം ഈ കുംഭമേളയെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ, മോശമാക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും ഒരു ജനസേവകൻ എന്ന നിലയിലും ഒരു സന്യാസി എന്ന നിലയിലും യോഗി ആദിത്യനാഥ് മഹാരാജിക്കുണ്ട്. അദ്ദേഹം അത് വ്യക്തമായി പറയുകയും ചെയ്തു. പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹമാണ് പറഞ്ഞത് ആയിരക്കണക്കിന് പേർ കുംഭമേളയിൽ മരിച്ചു എന്ന്. വയസ്സായി കഴിഞ്ഞാൽ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പൊതു സമൂഹം. ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്ന് മല്ലികാർജുൻ ഖാർഗെക്ക് എവിടെ നിന്ന് കിട്ടി? അല്ല, സ്വാഭാവികമാണ്. കോടാനുകോടി ജനങ്ങൾ വരുന്ന ഒരു സദസ്സില് കൃത്രിമമായി തിക്കും തിരക്കും ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെങ്കൊടി ഏന്തിയ ആളുകൾ പരിശ്രമിച്ചു. അത് CCTVക്കകത്ത് തെളിഞ്ഞു. 16,000 ഫോണുകൾ സ്കെച്ച് ചെയ്തെടുത്തു. അതിനകത്ത് 10,000-ഓളം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അവർ മുങ്ങുകയും ചെയ്തു. എന്തായിരുന്നാലും ഒന്നില്ലാതെ എല്ലാവരെയും പൊക്കിയെടുത്തു. ഇല്ല, ഇത്രയും ആളുകൾ മരിച്ചു എന്ന് ഇദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണോ പറയാ? ആളുകളെ പാനിക് ആക്കുന്നതിന് വേണ്ടിയല്ലേ? അല്ലെ? അവിടെ പോയാൽ ഏത് രൂപത്തിലുള്ള അപകടങ്ങളും സംഭവിക്കാനിടയുണ്ട്. വേണ്ടത്ര രൂപത്തിൽ സുരക്ഷയില്ലാതെയാണ് യോഗി ആദിത്യനാഥ് ഇത്തരമൊരു സംരംഭം തുടങ്ങി വെച്ചിരിക്കുന്നത് എന്നൊക്കെ ജനങ്ങളെ മിസ്ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയല്ലേ ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത്? യോഗി ആദിത്യനാഥ്. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹമാണ് പറഞ്ഞത് ആയിരക്കണക്കിന് പേർ കുംഭമേളയിൽ മരിച്ചു എന്ന്. വയസ്സായി കഴിഞ്ഞാൽ വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ പൊതു സമൂഹത്തിലും പാർലമെന്റിലും ഒക്കെ ഇറങ്ങി പ്രസംഗിച്ചാൽ ഇവിടെ കേൾക്കുന്നവർ പണ്ടത്തെ കാലമല്ല, നോക്കിയിരിക്കില്ല, പ്രായമൊന്നും നോക്കില്ല എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. മല്ലികാർജുൻ ഖാർഗെ, അഖിലേഷ് യാദവ് തുടങ്ങിയ ആളുകളുടെ പാർലമെന്റിലെ പ്രസ്താവനകൾ അവരുടെ സനാതന ധർമ്മ, ഹിന്ദു ധർമ്മ അല്ലെങ്കിൽ രാജ്യ സംസ്കാര വിരുദ്ധ മഹാഭാവം തുറന്നു കാട്ടുക മാത്രമല്ല, മഹാകുംഭമേളയ്ക്കെതിരെ തുടക്കം മുതൽ തന്നെ തുടർച്ചയായി പ്രവർത്തിക്കുന്ന അവരുടെ കഴുകൻ കാഴ്ചപ്പാടിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കും. അതായത് ഒരു മഹാമേളയെ തകർക്കാൻ BJP അതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കും എന്ന് കണ്ടുകൊണ്ടാണ് ഈ മഹാകുംഭമേളയെ തകർക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ കുംഭമേള തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണ്. ഒരു ഹിന്ദുത്വ അജണ്ടയിൽ അതിനോട് ചേർന്ന് നിന്നാൽ ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുണമുണ്ടാക്കാം എന്നുള്ള സാമാന്യ ബോധം പോലും ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന കടൽ കിഴവിന് ഇല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. തെറ്റായ പ്രചരണം നടത്തുകയാണ് അവർ. ഖാർഗെയുടെ പ്രസ്താവന സനാതന ധർമ്മത്തിനെതിരായ ആക്രമണം മാത്രമല്ല, അപലപനീയവും ലജ്ജാകരവുമാണ്. മൗനി അമാവാസിയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്ന് കോൺഗ്രസ് നേതാവ് പറയുന്നത് നിർഭാഗ്യകരമാണ്. രാജ്യത്തെ ഏറ്റവും പഴയ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാവ് പാർലമെന്റിൽ മാന്യമായ രീതിയിൽ പ്രസ്താവനകൾ നടത്തണം. സനാതന ധർമ്മ വിരുദ്ധ പ്രസ്താവനകൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ നടത്താൻ കഴിയുക എന്ന കാര്യത്തിൽ രണ്ട് പാർട്ടികൾക്കിടയിൽ മത്സരം നടക്കുന്നു. അന്ന് കോടിക്കണക്കിന് ആളുകൾ പ്രയാഗ്രാജിൽ ഉണ്ടായിരുന്നു. സനാതന ധർമ്മത്തെ എതിർത്ത ഈ രണ്ട് ഗ്രൂപ്പുകളിലും ഒരു വലിയ അപകടം സംഭവിക്കണം എന്നാഗ്രഹിച്ച് സർക്കാർ എല്ലാ വശങ്ങളും അന്വേഷിക്കുന്നു. പ്രയാഗ്രാജിൽ ഏകദേശം 9 കോടി ആളുകൾ ആ സമയത്തുണ്ടായിരുന്നു. അവരെ സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചയക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം ഉപയോഗിച്ച് ചൂണ്ടിക്കാട്ടി. ഏതായാലും ഉറപ്പാണ്, ആരിൽ നിന്നൊക്കെ കൈക്കൂലി വാങ്ങുകയും സനാതന ധർമ്മത്തിനെതിരെ ഗൂഢാലോചന നടത്തുകയും ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാം കൂട്ടും. ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരും. അവർക്ക് മാപ്പ് നൽകില്ല. കുംഭമേളയിൽ 45 കോടി ഭക്തർ പങ്കെടുക്കുന്നു. 22 ദിവസത്തിനുള്ളിൽ ഇതുവരെ 38 കോടി ഭക്തർ എത്തി. അടുത്ത ദിവസങ്ങളിലും ഇത് തന്നെ ഉണ്ടാകും. അതിനെ തകർക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. വിവരമറിയും. ആരായാലും എന്തായാലും കളിക്കരുത്, കളി പഠിപ്പിക്കരുത്. കോൺഗ്രസ് ആയിരിക്കും, പണ്ട് രാജ്യം ഭരിച്ചിരുന്ന പാർട്ടിയായിരിക്കും. അതാമ സ്വന്തമായിട്ടുണ്ടായിരിക്കും. അതാമ ഇറ്റലിയിൽ നിന്ന് വന്ന് കുടിയേറി പാർത്തതും അതുപോലെ തന്നെ ഇറ്റാലിയൻ ചാര ഗ്രൂപ്പിന്റെ ഏജന്റാണ് എന്നൊക്കെ ഇവരെ പറയുന്നതുമൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. മകനും മകളും ഒന്നും വ്യത്യസ്തരല്ല. അപ്പം ഇത്തരത്തിലുള്ള ഗൂഢാലോചനയിലൂടെ, ഇത്തരത്തിലുള്ള താന്തോന്നിത്തരങ്ങളിലൂടെ, തോന്നിയാസങ്ങളിലൂടെ, പ്രസ്താവനകളിലൂടെ രാജ്യത്തെ ഒരു മഹാമേളയും രാജ്യത്തെയും തകർക്കാൻ ശ്രമിച്ചാൽ വിവരമറിയും. അതിനിപ്പോൾ ഏത് കൊടികെട്ടിയായി കുടുംബാധിപത്യത്തിന്റെ ഏറ്റവും വലിയ നേതാവാണെങ്കിലും മദാമയായാലും സായിപ്പായാലും വിവരമറിയും എന്നാണ് യോഗി പറഞ്ഞത്. യോഗി പറഞ്ഞാൽ പറഞ്ഞതാണ് എന്നുള്ള കാര്യം. ആരായിരുന്നാലും ശരി, ഒരു ആഘോഷത്തെ നിരന്തരം ടാർഗറ്റ് ചെയ്തിട്ട് വേട്ടയാടാൻ ശ്രമിച്ചാൽ സ്വാഭാവികമല്ലേ ഈ രൂപത്തിലല്ലേ ഒരു ഭരണാധികാരിക്ക് പ്രതികരിക്കാൻ പറ്റും? ഇത് ഇവരുടെ ആഘോഷങ്ങളൊക്കെ ഇവർക്ക് പറ്റും. മറ്റുള്ളവരുടെ ആഘോഷങ്ങൾക്കകത്ത് അവരുടെ ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അതിനകത്ത് ഇവരെന്തിനാണ് കയറിപ്പോയിട്ട് അഭിപ്രായം പറയാൻ ശ്രമിക്കുന്നത്? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ശരി. ഇല്ലാ കഥകൾ പറഞ്ഞും
ഇല്ലാത്തത് പറഞ്ഞു പൊലിപ്പിച്ചും ജനങ്ങളെ പാനിക്കാക്കാൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ ആ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇവരുടെ മനസ്സിലുള്ള ചിന്തകൾ, വൈകൃതങ്ങൾ, ഇതൊക്കെ അവര് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഒരു ഹജ്ജ് യാത്ര നടക്കുന്നു, അവിടെ ചൂട് കൂടുതലാണ്, ഒരുപാട് ആളുകൾ വീണ് മരിക്കുന്നു. ആരെങ്കിലും ഒരാൾ ഒരു പ്രസ്താവന നടത്തുമോ? ഈ അമിതമായ ചൂടിൽ ഹജ്ജിന് പോയ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് സ്ഥലം വിടണമെന്ന് പറയൂ. അപ്പം മനസ്സിലായില്ലേ? 38 കോടി ജനങ്ങൾ ഏതാണ്ട് ഇതിനോടകം തന്നെ മഹാകുംഭമേളയിൽ സംഗമിച്ചു കഴിഞ്ഞു. 45 കോടി ജനങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും ദിവസങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വെകിളി കൊള്ളുന്നത്? ഓരോ മനുഷ്യന്റെയും വിശ്വാസം ശരി, അതിനനുസരിച്ചിട്ട് അവര് മുന്നോട്ട് പോയിക്കോട്ടെ. നിങ്ങൾക്ക് മതമുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെ വെകിളി പിടിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? നന്ദി.